കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ കിഴക്കുമാറി ഒരു പുരാതന ക്ഷേത്രം നിലകൊള്ളുന്നുണ്ട്. അതാണ് ഏരൂർ തൃക്കോയിക്കൽ ശ്രീ മഹാനരസിംഹ സ്വാമി ക്ഷേത്രം. ശംഖുചക്ര ഗദാധാരിയായ ശ്രീ നരസിംഹമൂർത്തിയാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. തെക്കൻ കേരളത്തിലെ നരസിംഹമൂർത്തി പ്രധാന ദേവനായ ഏക ക്ഷേത്രവും ഏരൂർ തൃക്കോയിക്കലിലെ ഈ ക്ഷേത്രമാണ്. ശങ്കരാചാര്യരുടെ കാലത്തോളം പഴക്കമുള്ള ഒരു പുരാവൃത്തമാണ് തൃക്കോയിക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒരിക്കൽ ശങ്കരാചാര്യ സ്വാമികൾ തന്റെ ശിഷ്യന്മാരെ വേദാന്ത രഹസ്യങ്ങളെല്ലാം പഠിപ്പിച്ച ശേഷം വേദപ്രചരണാർത്ഥം പല ഭാഗങ്ങളിലേക്കായി പറഞ്ഞുവിട്ടു. എന്നാൽ കൂട്ടത്തിലെ പാണ്ഡിത്യം കുറവായ ശുദ്ധഭക്തനായ പത്മപാദർ മാത്രം അറിവില്ലാത്ത താൻ ഗുരുപാദ സേവയുമായി ഗുരുവിനൊപ്പം കഴിയാമെന്ന അപേക്ഷയുമായി ശങ്കരാചാര്യർക്കൊപ്പം കൂടി. തുടർന്ന് അവർ അഗസ്ത്യകൂടം ലക്ഷ്യമാക്കി തെക്കൻ ദേശത്തേക്ക് യാത്രയായി. തമിഴ്നാട്ടിലെ ചെങ്കോട്ടയ്ക്കടുത്ത് അഗസ്ത്യമുനി സുബ്രഹ്മണ്യോപാസന നടത്തി സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ച സ്ഥലത്ത് അവർ വിശ്രമിച്ചു. അവിടെ വച്ച് പൂർവ്വജന്മത്തിൽ നരസിംഹ ഭക്തനായിരുന്നതിനാൽ നരസിംഹോപാസന ചെയ്താൽ ജ്ഞാനം തെളിയുമെന്ന് പത്മപാദരോട് ശങ്കരാചാര്യർ അരുളി ചെയ്തു. അതിനുശേഷം കുളത്തൂപ്പുഴ വനാന്തരത്തിലൂടെയുള്ള യാത്രയിൽ പത്മപാദരോട് തപസ് അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ട് ശങ്കരാചാര്യർ യാത്ര തുടർന്നു. ഏരൂർ ദേശത്തെ ഒരു ഉയർന്ന സ്ഥലത്ത് നരസിംഹ ധ്യാനവുമായി പത്മപാദർ കഴിച്ചുകൂട്ടി. അപ്പോൾ ആ വനത്തിൽ വേട്ടയാടി ജീവിച്ചിരുന്ന ഒരു കാട്ടാളൻ പത്മപാദരുടെ തപസ് കാണുവാൻ ഇടയായി. ധ്യാനത്തിൽ നിന്നുണർന്ന പത്മപാദർ കണ്ടത് തന്റെ മുന്നിൽ അത്ഭുതത്തോടെ ഇരുന്ന് തപസ് ശ്രദ്ധിക്കുന്ന കാട്ടാളനെയാണ്. അയാൾ കൊണ്ടുവന്ന കായികനികൾ കാഴ്ചവെച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ കണ്ണടച്ച് നിശ്ചലമായി ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാണ് എന്ന്. കാട്ടാളന് നരസിംഹ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നറിഞ്ഞ പത്മപാദർ ഇങ്ങനെ പറഞ്ഞു, സിംഹത്തിന്റെ മുഖവും മനുഷ്യന്റെ ശരീരവുമുള്ള ഒരു മൃഗം ഈ കാട്ടിലുണ്ട്. അതിനെ പിടിക്കാനാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന്. ഉത്തരം കേട്ട കാട്ടാളന് അത്ഭുതമായി. ഈ കാടിന്റെ ഓരോ മുക്കും മൂലയും തിട്ടമുള്ള താൻ അറിയാതെ അങ്ങനെ ഒരു ജീവിയോ? എങ്കിൽ അതിനെ പിടിച്ചിട്ട് തന്നെ കാര്യം. കാട്ടാളൻ വാശിയോടെ പത്മപാദർ പറഞ്ഞ ജീവിയെ അന്വേഷിച്ചു നടന്നു. ദിവസങ്ങളോളം തീറ്റയും കുടിയും മറന്ന് ആ ജീവിയുടെ രൂപം തന്നെ മനസ്സിൽ വിചാരിച്ച് അലഞ്ഞു നടന്നു. ഒടുവിൽ ഏകാഗ്ര മനസ്സോടെ സർവ്വതും മറന്ന് തന്നെ തേടി അലയുന്ന ആ കാട്ടാളൻ കാണും വിധം ഒരു മരച്ചുവട്ടിൽ നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടു അത്രേ. സിംഹത്തിന്റെ തലയുള്ള മനുഷ്യനെ കണ്ട കാട്ടാളൻ ആഹ്ലാദത്തോടെ ഓടിച്ചെന്ന് കാട്ടുവള്ളിയിൽ പിടിച്ചുകെട്ടി പത്മപാദരുടെ മുൻപിൽ കൊണ്ടുവന്നു നിർത്തി. ധ്യാനത്തിൽ നിന്നുണർന്ന പത്മപാദർ അത്ഭുത പാരവശ്യത്തോടെ ഭഗവത് ദർശനത്തിന്റെ സായുജ്യത്താൽ നരസിംഹമൂർത്തിയെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ചോദിച്ചു, ഭഗവാനെ, എന്തു മായയാണിത്? പ്രപഞ്ച നിയന്ത്രാതാവായ അവിടുന്ന് ഈ കാട്ടാളന്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കാനുണ്ടായ കാര്യമെന്താണ് എന്ന്. അപ്പോൾ ഭഗവാൻ അരുളി ചെയ്തു, പത്മപാദരെ, പൂർവ്വജന്മത്തിൽ വളരെ ഉത്കൃഷ്ട ഹരിഭക്തനായിരുന്നു ഈ കാട്ടാളൻ. ഈ ജന്മത്തിൽ സാന്ദർഭികമായി നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ മുനിശ്രേഷ്ഠനായ നിങ്ങളുടെ വാക്കുകൾ ഇയാൾ പൂർണ്ണ വിശ്വാസത്തിലെടുത്തു. അപ്പോൾ മുതൽ ജന്തുവായിട്ടെങ്കിലും എന്റെ നരഹരി രൂപം മാത്രമേ ഇയാളുടെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. തന്നെയും ലോകവും മറന്ന് എന്നെ തന്നെ തേടുന്ന ഈ കാട്ടാളനെ നിരാശനാക്കാൻ കഴിയില്ല എന്ന്. തുടർന്ന് ഭഗവാൻ യഥാർത്ഥ രൂപം കാട്ടാളന് ദർശനം നൽകി. കാട്ടാളനെ തന്റെ പാർഷദനാക്കി വൈകുണ്ഠത്തേക്ക് യാത്രയാവുകയും ചെയ്തു. കാലാന്തരത്തിൽ പത്മപാദർക്കും തന്നിൽ സായുജ്യം നേടാനാവും എന്ന അനുഗ്രഹവും ചൊരിഞ്ഞു. ശ്രീ നരഹരി പ്രത്യക്ഷമായ സ്ഥലത്ത് ശ്രീ ശങ്കരാചാര്യ ശിഷ്യോത്തമനാൽ പ്രതിഷ്ഠിതമായ ആ പുണ്യക്ഷേത്രമാണ് ഏരൂർ തൃക്കോയിക്കൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ഈശാന കോണിൽ നരസിംഹസ്വാമിയുടെ മൂർത്തി എന്ന സങ്കല്പത്തിൽ ഒരു ക്ഷേത്രം കാണുന്നത് ഭഗവത് ആജ്ഞകൾ നടപ്പിലാക്കുന്ന പാർഷദന്റെ മൂർത്തി സങ്കേതമാണ് എന്ന് വിശ്വസിച്ചു പോരുന്നു. ഭക്തരുടെ കഷ്ടതകളിൽ നരസിംഹമൂർത്തിയുടെ പാർഷദനായ ഈ മൂർത്തിയാണത്രേ ഇടപെടുന്നത്. ഈ നടയിൽ സങ്കടമുറപ്പിച്ച് പട്ടും മണിയും സമർപ്പിക്കാമെന്ന് സങ്കല്പിച്ചാൽ ഇഷ്ടകാര്യസിദ്ധി ഉറപ്പാണെന്നും വിശ്വസിക്കുന്നു. ആശ്രിത വത്സലനും പരമകാരുണ്യവാനുമായ ശ്രീ നരസിംഹമൂർത്തി
ജീവിതത്തിലെ ഏത് ആപത്ഘട്ടങ്ങളിലും ഇടപെടുന്ന ദേവനാണത്രേ. കൂടാതെ ഈ ക്ഷേത്രത്തിലെ രക്ഷസിന്റെ ഉത്ഭവ കഥ തന്നെ ഇതിന് സാക്ഷ്യമാണ്. ഒരിക്കൽ ഈ ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരുന്ന നമ്പൂതിരി അത്താഴ പൂജ കഴിഞ്ഞ് നടയടിച്ച് പുറത്തിറങ്ങി. പാതി വഴിയിലെത്തിയപ്പോൾ തന്റെ മുറിയുടെ താക്കോൽ ശ്രീകോവിലിൽ വച്ച് മറന്നുതോർത്ത് തിരികെ വന്നു. ധൃതിയിലായതിനാൽ മണിയടിച്ചുണർത്താതെ ശ്രീകോവിൽ തുറന്നു. അകത്ത് സാക്ഷാൽ നരസിംഹമൂർത്തിയെ പ്രത്യക്ഷമായി കണ്ട് ഭയന്ന് നിലവിളിച്ചുകൊണ്ട് കയ്യിലിരുന്ന തേങ്ങയെടുത്ത് മൂർത്തിക്ക് നേരെ എറിഞ്ഞിട്ട് ഇറങ്ങി ഓടി. ഭഗവാൻ ആക്രോശത്തോടെ ശാന്തിയെ അടിച്ചു വീഴ്ത്തിയത്രേ. പിറ്റേന്ന് പുലർച്ചെ ബലിക്കലിന് ചുവട്ടിൽ മരണപ്പെട്ട് കിടന്ന ശാന്തിയുടെ ചോര വാർന്ന ശരീരമാണ് ഭക്തജനങ്ങൾ കണ്ടത്. തേങ്ങ എടുത്തെറിഞ്ഞത് കൊണ്ടിട്ട് വിഗ്രഹത്തിന്റെ കൈ ഒടിഞ്ഞിരുന്നു. മേൽശാന്തി ആ സമയത്ത് വാതിൽ തുറക്കുമ്പോൾ മണിയടിച്ച് ഭഗവാനെ ഉണർത്തിയിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിവാകുമായിരുന്നു അത്രേ. തുടർന്ന് നടന്ന ദേവപ്രശ്നത്തിൽ വിഗ്രഹത്തിന്റെ ഒടിഞ്ഞ കൈ നേരെയാക്കേണ്ടതില്ലെന്നും ആ വിഗ്രഹം ചൈതന്യപൂർണമായതിനാൽ മറ്റൊരു വിഗ്രഹം പാടില്ലെന്നും കണ്ടുവത്രേ. ബ്രാഹ്മണശാപം, മൂർത്തി ഉപദ്രവങ്ങൾ എന്നിവയ്ക്ക് ഇവിടുത്തെ രക്ഷസിനും മൂർത്തിക്കും പാൽപായസ വഴിപാട് വളരെ ഫലപ്രദമാണത്രേ. നാഗർക്കും സ്ഥാനമുണ്ട്. ഇവിടുത്തെ ഗണപതിക്കും സവിശേഷതകൾ ഏറെയുണ്ട്. ഇവിടെ ഗണപതി ഹോമം ചെയ്താൽ ശത്രുക്കൾ മിത്രങ്ങളായി തീരുമത്രേ. അകന്നിരിക്കുന്ന ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും ആകർഷിക്കാൻ ഇവിടുത്തെ വശ്യഗണപതിക്ക് ഗണപതി ഹോമവും പായസ വഴിപാടും നടത്തുന്നത് ക്ഷിപ്രഫലം നൽകുമെന്ന് വിശ്വസിക്കുന്നു. പൗരാണികതയുടെ മഹിമ വിളിച്ചോതുന്ന വട്ട ശ്രീകോവിൽ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. പടിഞ്ഞാട്ട് ദർശനമായി ഒറ്റക്കല്ലിലുള്ള ഗർഭഗൃഹമാണ് ശ്രീകോവിലിൽ നിലനിർത്തിയിരിക്കുന്നത്. ക്ഷുദ്ര ആവിചാര ശാന്തിക്കും ശത്രുദോഷ നിവാരണത്തിനും രോഗശാന്തിക്കും ആപത്ത് രക്ഷയ്ക്കും നരസിംഹമൂർത്തിയെ മനമുരുകി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലം സിദ്ധിക്കുമെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. ഒരു കാലത്ത് അഞ്ചൽ, പുനലൂർ, കുളത്തൂപ്പുഴ ദേശങ്ങളിലെ ഏറ്റവും തിരക്കേറിയ മേജർ ക്ഷേത്രമായിരുന്നു ഏരൂർ തൃക്കോയിക്കൽ ശ്രീ മഹാനരസിംഹസ്വാമി ക്ഷേത്രം. ചെങ്ങന്നൂരിന് ശേഷം തെക്കൻ കേരളത്തിൽ നരസിംഹമൂർത്തി പ്രധാന ദേവനായുള്ള മഹാക്ഷേത്രമാണ് ഇത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ശ്രദ്ധ പതിഞ്ഞിട്ടുള്ള ഈ ക്ഷേത്രം പുതുക്കി പണിതത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണെന്ന് പറയപ്പെടുന്നു. നരസിംഹമൂർത്തി ഭക്തനായ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് കുറ്റാലത്തെ വേനൽക്കാല വസതിയിലേക്ക് യാത്ര പോകുമ്പോൾ ഇവിടെ ഇറങ്ങി മൂർത്തി ക്ഷേത്രത്തിന് മുന്നിലുള്ള ഈ സത്രത്തിൽ വിശ്രമിക്കുകയും നരസിംഹസ്വാമിയെ തൊഴുത് അനുഗ്രഹം വാങ്ങുകയും ചെയ്യുമായിരുന്നെന്ന് ഇവർ പറയുന്നു. ക്ഷേത്ര പരിസരത്ത് പഴയ കാലത്ത് ക്ഷേത്ര കാര്യങ്ങൾക്കായി തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്ന ബ്രാഹ്മണരായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്കെല്ലാം ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങളിൽ അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ ഈ അവകാശങ്ങളെല്ലാം നിലച്ചു പോവുകയും ബ്രാഹ്മണ കുടുംബങ്ങൾ കുറെയൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛൻ കോവിൽ കഴിഞ്ഞാൽ കൊടിയേറി 10 ദിവസം ഉത്സവം നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ഏരൂർ തൃക്കോയിക്കൽ ശ്രീ മഹാനരസിംഹസ്വാമി ക്ഷേത്രം. തൃക്കോയിക്കൽ ക്ഷേത്രത്തിന് സമീപമുള്ള ആയിരവല്ലി ക്ഷേത്രത്തിൽ വച്ച് നടന്ന ദേവപ്രശ്നത്തിൽ ഈ പ്രദേശങ്ങളിലുള്ള പല ക്ഷേത്രങ്ങളുടെയും യജമാന സ്ഥാനീയനാണത്രേ തൃക്കോയിക്കൽ നരസിംഹസ്വാമി എന്ന് തെളിയുകയുണ്ടായി. ക്ഷേത്രത്തിന് വടക്കുമാറി ഏകദേശം 150 മീറ്റർ ദൂരെ കുളക്കരയിൽ അയ്യപ്പനും യക്ഷിയമ്മയ്ക്കും നാഗയക്ഷിക്കും ഉപക്ഷേത്രവുമുണ്ട്. ഉത്സവം തുടങ്ങി 9ാം നാൾ ഈ കുളക്കരയിൽ വച്ചാണ് പള്ളിവേട്ട എന്ന ചടങ്ങ് നടക്കുന്നത്. വ്യാഴം, ഞായർ തുടങ്ങിയ ദിവസങ്ങളാണ് തൃക്കോയിക്കൽ നരസിംഹമൂർത്തിക്ക് പ്രധാനം. അന്നേ ദിവസം ധാരാളം ഭക്തജനങ്ങൾ അഭീഷ്ടകാര്യ സിദ്ധിക്കായി വഴിപാടുകൾ അർപ്പിക്കാൻ ക്ഷേത്രസന്നിധിയിൽ എത്തുന്നു. വ്യാഴാഴ്ചകളിൽ മാത്രമേ ഭഗവാന്റെ ഇഷ്ട വഴിപാടായ പാനക നിവേദ്യം കഴിക്കാറുള്ളൂ. സ്വർഗവാതിൽ ഏകാദശി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. അന്നേ ദിവസം ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തുന്ന പതിവുമുണ്ട്. അഞ്ചലിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ കിഴക്കോട്ട് പോയാൽ ഏരൂർ ഗ്രാമത്തിലെത്തും.
അവിടെ നിന്നും 100 അടി മുമ്പോട്ട് പോയാൽ തൃക്കോയിക്കൽ നരസിംഹമൂർത്തി ക്ഷേത്ര ഗോപുരം കാണാം. പിന്നെയും മുന്നോട്ട് പോയാൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭക്തവത്സലനായ നരസിംഹ ഭഗവാന്റെ മഹാക്ഷേത്രം നിലകൊള്ളുന്നത് കാണാം. ഭക്തപ്രഹ്ലാദന്റെ രക്ഷാർത്ഥം തൂണു പിളർന്ന് പ്രത്യക്ഷപ്പെട്ട ഭക്തരക്ഷകനും കഠിനമൂർത്തിയുമായ നരസിംഹസ്വാമി അത്യാപത്തുകളിൽ നിന്ന് ഭക്തജനങ്ങളെ രക്ഷിച്ചു പോരുന്നു.